എനിക്കും കുറച്ച് ഓർക്കിഡുകളുണ്ട് കേട്ടോ. ഇന്ന് അവയെ പറ്റിയാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. എനിക്ക് ഈ ചെടികളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ കൂടുതൽ സമയവും അവരുമായിട്ടാണ് ഞാൻ ചിലവഴിക്കുന്നത്. അതുകൊണ്ട് അവരെക്കുറിച്ച് പറയാനാണ് ഏറെ ഇഷ്ടം. ശരിക്കുള്ള വളവും വെള്ളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരാ തക്ക സമയത്ത് നമുക്കെന്താ പൂക്കൾ തരും. സാധാരണയായിട്ട് എല്ലാവരുടെയും ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഓർക്കിഡ് വെച്ചാൽ പൂവുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മളതിന് നന്നായി സംരക്ഷിക്കണം. കാരണം ഓർക്കിഡുകൾക്ക് കൃത്യമായ സമയങ്ങളിൽ വളം കൊടുത്താൽ മാത്രമേ നമുക്ക് പൂക്കളുണ്ടാവുള്ളൂ. പിന്നെ അല്ലാതെയും ഉണ്ടാവും കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പെട്ടെന്ന് അതിനൊരു ഫ്ലവർ വരണം എന്ന് ഇല്ല. ഇവരെയൊക്കെ ഞാൻ വെച്ചിട്ട് കുറച്ച് നാളേ ആയുള്ളൂ കേട്ടോ. എന്നാലും കൃത്യമായ വളപ്രയോഗം ചെയ്തതുകൊണ്ടും കൃത്യമായ പരിചരണം ഉള്ളതുകൊണ്ടും പെട്ടെന്ന് തന്നെ ഇതിൽ ഫ്ലവറുകൾ വന്നു. നിങ്ങൾ നോക്കിക്കേ, എന്താ ഭംഗി! ഒരു പൂ വിരിഞ്ഞപ്പോഴേ ഇത്രയും ഭംഗിയാണെങ്കിൽ അതിൽ ആ പൂക്കൾ മുഴുവൻ വിരിയുമ്പം എന്ത് രസമായിരിക്കും അല്ലേ. ചില ഓർക്കിഡ് പ്ലാന്റിൽ പൂക്കൾ വിരിഞ്ഞാൽ 2 ആഴ്ച, ചിലതിൽ 3 മാസം, 6 മാസം ഇങ്ങനെ അങ്ങ് നിൽക്കും കേട്ടോ. ഓരോ പ്ലാന്റിനും ഓരോ പ്രത്യേകതയുണ്ട്. എന്നാലും 6 മാസം വരെയും നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന പൂക്കൾ ഓർക്കിഡുകളിൽ ഉണ്ട്. ഇപ്പോഴേ ഒരുവിധം എല്ലാ വെറൈറ്റികൾ തന്നെയും എൻ്റെ കയ്യിലുണ്ട്. ഇനിയും ഒത്തിരി തന്നെയും നമ്മൾ കാണാനും കേൾക്കാനുമുള്ള ഒത്തിരി വെറൈറ്റികളുണ്ട് കേട്ടോ. ഓർക്കിഡിൻ്റെ ഭാഗത്തിൽ തന്നെ ഒത്തിരിയുണ്ട്. എന്നാലും ഇപ്പം സാധാരണ എല്ലാവരുടെയും കയ്യിലുള്ള ഒട്ടുമുക്കാലും വെറൈറ്റികൾ എൻ്റെ കയ്യിലും ഉണ്ട്. ഓർക്കിഡ് വെച്ച് കഴിയുമ്പോൾ കുറഞ്ഞതൊരു 10 ദിവസം കഴിയുമ്പോഴത്തെങ്കിലും ചെറുതായിട്ട് അതിൽ വേര് വരുന്നത് കാണാം. അപ്പോഴും നമുക്കുണ്ടാകുന്നൊരു സന്തോഷം, ഇത് പിടിച്ചു എന്നുള്ളൊരു മനസ്സ് നല്ല ഒരു ഇതാവും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ കൊണ്ട് ചുമ്മാതെ അങ്ങ് വെക്കുകയായിരുന്നു. അത് എപ്പോഴും അനങ്ങുകയെടുക്കുകയൊക്കെ ചെയ്യുമ്പം നല്ലതായിട്ട് വേരുകളൊന്നും അതിൽ പിടിക്കില്ലായിരുന്നു. അങ്ങനെ ആ ചെടി പാടെ അങ്ങ് നശിച്ചു പോയിരുന്നു. ഇപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ പരിചരണം മനസ്സിലായപ്പോൾ ഓർക്കിഡ് ഏറ്റവും നല്ലൊരു ചെടിയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലായി. അപ്പോഴേ മുന്നോട്ടുള്ള സമയങ്ങളിൽ ഓർക്കിഡിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയും ഞാൻ ഇടുന്നതായിരിക്കും. അതിൻ്റെ സംരക്ഷണവും അതിൻ്റെ വളപ്രയോഗവും എല്ലാം. ഓർക്കിഡിനെ സംബന്ധിച്ച് ചെറിയൊരു തണുപ്പ് അതിന് ആവശ്യകതയാണെന്നേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള ചെടികളെ പോലെ എന്നും അതിനെ വെള്ളം ഒഴിച്ച് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്ന പോലെ ഒത്തിരി ഓവർ വെള്ളം അതിന് വേണ്ടതാണ്. ചെറുതായിട്ടൊരു നനവിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ മറ്റുള്ള ചെടികളായിട്ടും ഈസിയായിട്ട് വളർത്താൻ പറ്റിയതും ദിവസവും നല്ലതായിട്ട് ഫ്ലവർ നിൽക്കുന്നതുമായ ഒരു പ്ലാന്റാണ് ഓർക്കിഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ അറിവുകൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ദിവസം കൂടുതൽ അറിവുകളും കൂടുതൽ കാര്യങ്ങളുമായിട്ട് വരുന്നതായിരിക്കും.